السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. فقد قال النبي صلى الله عليه وسلم: حاسبوا أنفسكم قبل أن تحاسبوا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരേക്കും അല്ലാഹു നമുക്ക് നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. 59-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തിന്റെ 18-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. പൊതുവെ നാം ഒക്കെ കേട്ടിട്ടുള്ള ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ ശരീരവും നാളെ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്, നാളേക്ക് എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. ഫത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു പറയുന്നു, റബ്ബിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ എല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. നമുക്കറിയാം, ഇന്ന് ഡിസംബർ 27 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു പുതുവർഷത്തിന്റെ ഏതാണ്ട് പരിസര ഭാഗത്താണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങളിലും ആരാധ്യ കാര്യങ്ങളിലുമൊക്കെ അവലംബിക്കേണ്ടുന്നത് ഹിജ്റ കലണ്ടറിനെയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെല്ലാം സമയം നിശ്ചയിക്കുന്നതും കണക്കാക്കുന്നതുമൊക്കെ ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഉദാഹരണത്തിന്, സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിന്റെ ഒരു നിബന്ധനയായി പറഞ്ഞതാണ് വർഷം പൂർത്തിയാകുക എന്നുള്ളത്. അപ്പോൾ വർഷം പൂർത്തിയാകുന്ന കണക്ക് ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് വിശ്വാസികൾ അതനുസരിച്ച് മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 വരെ
അതല്ലെങ്കിൽ റമദാൻ 1 മുതൽ അടുത്ത റമദാൻ 1 വരെ. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട് ദീക്ഷയിരിക്കുന്ന സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇരിക്കാറുണ്ട്. അതും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതുപോലെ വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീ, ഭർത്താവിനാൽ ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ 3 മാസം ഹൈദിന്റെ കാലാവധി അതല്ലെങ്കിൽ ശുദ്ധിയുടെ കാലാവധി ഇരിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു വിശ്വാസി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും എല്ലാ വിശേഷ വേളകളിലും ഏത് വർഷങ്ങളായിരുന്നാലും ഏത് പ്രത്യേക പ്രവർത്തനങ്ങളായിരുന്നാലും എപ്പോഴും കൈമുതലാക്കേണ്ടുന്ന ഒരു കർമ്മമാണ് സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത്. അതിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസമെന്നോ ഒരു പ്രത്യേക ആഴ്ചയെന്നോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. എല്ലായ്പ്പോഴും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കർമ്മമാണ് വിചാരണ. സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ഓരോരുത്തരെയും വിചാരണ ചെയ്യപ്പെടും. മഹിശറ എന്ന വൻസഭയിൽ നിർത്തിക്കൊണ്ട് ദുനിയാവിൽ ചെയ്ത മുഴുവൻ ചെയ്തികളും പ്രത്യക്ഷമാക്കപ്പെടുന്ന, മുഴുവൻ കർമ്മങ്ങളും തുറന്നു കാണിക്കപ്പെടുന്ന, തിന്മകളെല്ലാം പുറത്ത് കൊണ്ടുവരുന്ന ഒരു വേളയുണ്ട്. ആ വിചാരണ വേള ലഘുവാകുന്നതിന് വേണ്ടി ദുനിയാവിൽ വെച്ച് നിങ്ങൾ സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കണം എന്ന പ്രവാചക അധ്യാപനം ഏറെ ശ്രദ്ധേയമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായി നിങ്ങളുടെ നഫ്സിനെ വിചാരണ ചെയ്യണം. വസിനു അഅമാലകും ഖബ്ല അൻ തൂസനു. നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും നാളെ ത്രാസിൽ തൂക്കപ്പെടും. നിങ്ങളുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, പാവങ്ങളെ സഹായിച്ചത്, യതീമീങ്ങളെ ചേർത്ത് നിർത്തിയത്, എല്ലാ കർമ്മങ്ങളും നാളെ ത്രാസിൽ തൂക്കപ്പെടും. ആ തൂക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളൊന്ന് തൂക്കി നോക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അവൻ വാർഷിക കണക്കെടുക്കുന്നത് പോലെ ഒരു വർഷം പൂർത്തിയായി 2024 പൂർത്തിയായി 2025 പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ നേട്ടങ്ങൾ ആത്മീയ ഭൗതിക മേഖലകളിൽ എല്ലാം നാം പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ സംഭവിച്ചിട്ടുള്ള കുറവുകളെ നികത്തി അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനോടൊപ്പം നാം കൈവരിച്ചിട്ടുള്ള പുരോഗതികൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുമുണ്ട്. 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു നഫ്സിനെ നാം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിലൂടെ 2 ചിത്രം പഠിപ്പിക്കുന്നുണ്ട്, വരച്ചു കാണിക്കുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി. ചില ആളുകളുടെ കയ്യിൽ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും ആഖിറത്തിൽ. ചില ആളുകളുടെ ഇടത് കൈയിലും ഗ്രന്ഥം നൽകപ്പെടും. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. സത്യവിശ്വാസികളാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണ്. അവർ പറയും ഫയഖൂലു ഹാഉം ഖ്റഊ കിതാബിയ. അവർക്ക് വലത് കൈയിൽ കിട്ടിയ ഗ്രന്ഥം എല്ലാവരെയും കാണിക്കും. ദാ ഇതെന്റെ ഗ്രന്ഥമാണ്, എന്റെ സൽക്കർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ള, എന്റെ ഹജ്ജ് അടങ്ങിയിട്ടുള്ള, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത സദഖകൾ അടങ്ങിയിട്ടുള്ള, എന്റെ മനസ്സിന് കുളിർമ നൽകുന്ന, എന്റെ പരലോക വിജയം തീരുമാനമാക്കി തന്ന ഗ്രന്ഥമാണിത്. എല്ലാവരെയും കാണിക്കും, സന്തോഷത്തോടെ എല്ലാവരെയും കാണിക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയും അത്തരത്തിലുള്ള സത്യവിശ്വാസികളോട്, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ.
കഴിഞ്ഞ ഒരു വർഷം, അതല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് നീ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അയ്യാമിൽ ഖാലിയ, ഒരു വർഷം കഴിഞ്ഞു കിടക്കുമ്പോ അതിലെ 12 മാസങ്ങൾ, 52 ആഴ്ചകൾ, അതുപോലെ തന്നെ അതിന്റെ ഓരോ ദിവസങ്ങൾ, മിനിറ്റുകൾ, ഇതെല്ലാം കണക്ക് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം കൊടുക്കുന്നതാണ്. അതിനാൽ സമൃദ്ധമായ നിലയിൽ നീ സ്വർഗത്തിൽ ഭക്ഷിച്ചോ കുടിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ചില ആളുകളുടെ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും. ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ. അവൻ അല്ലാഹുവിനോട് പറയും, ഞാനങ്ങ് പൂർണ്ണമായി മരിച്ചു പോയിരുന്നെങ്കിൽ, ഈ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നുവെങ്കിൽ, എനിക്ക് കാണാൻ വയ്യ, കടുത്ത ശിക്ഷയാണ് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനം ചെയ്തില്ല, എന്റെ ആധിപത്യം, അധികാരം എനിക്ക് പ്രയോജനം ചെയ്തില്ല. ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയും, അവനെ ബന്ധനത്തിലാക്കണം. ثم في سلسلة ذرعها 70 ذراعا فاسلكوه. 70 മുഴം നീളമുള്ള കടുത്ത ചങ്ങലയിൽ അവനെ ബന്ധിതനാക്കി സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് അവനെ കൊണ്ടിടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ചില ആളുകൾ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ചില ആളുകൾ. അവിടെ വലത് കൈ നീട്ടി ഗ്രന്ഥം വാങ്ങാൻ ആഗ്രഹിച്ചാൽ നടക്കൂല. കാരണം ഇവിടെ ആത്മാവിന്റെയും നഫ്സിന്റെയും ഒക്കെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കയ്യിലായിരിക്കും. നന്മ പ്രവർത്തിച്ചവൻ മാത്രമേ വലത് കൈ നീട്ടി ഗ്രന്ഥം സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ വലത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങണമെങ്കിൽ, ഇപ്പൊ നിലവിലെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഇടത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങിക്കേണ്ടവരായിരിക്കും. നമ്മുടെ മൊത്തത്തിലുള്ളൊന്ന് വിചാരണ ചെയ്യണമെന്നാണല്ലോ. ഒരു വർഷം കഴിഞ്ഞു കിടക്കുമ്പോ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ചാർട്ട് പൂർണ്ണമായി എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരുപക്ഷെ ഇടത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങിക്കേണ്ടവരായിരിക്കും നമ്മൾ. എത്ര നിസ്കരിച്ചത് എത്ര സ്വീകരിച്ചു, എത്ര സദഖ ചെയ്തു. അപ്പൊ പൂർണ്ണമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കച്ചവടക്കാരൻ വാർഷിക കണക്കെടുക്കുന്നത് പോലെ അതിലുള്ള കുറവുകൾ, അതിലുള്ള നേട്ടങ്ങൾ, എത്രത്തോളം നന്മകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. നമ്മൾ സ്വന്തമായി ഇത് ഒരു വർഷം തീരുമ്പോൾ മാത്രമല്ല, മഹാന്മാർ എല്ലാ ദിവസവും ചെയ്തിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വന്തം നഫ്സിന് അന്ന് ചെയ്ത നന്മകളും വിലയിരുത്തും, അന്ന് ചെയ്ത തിന്മകളും പരിശോധിക്കും. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സാധ്യമാകുന്നത്. ഒന്നാമത്തെ കാര്യം, തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും. തത്ഹീറുൽ ഖൽബ്, ഹൃദയ ശുദ്ധീകരണം. സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്നതിലൂടെ ഹൃദയം ശുദ്ധി കൈവരികയാണ്. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തൗഫീഖുൻ ലിൽ അമൽ, അമലുകൾക്ക് പ്രേരണ, തൗഫീഖ് കിട്ടുകയാണ് റബ്ബിന്റെ ഭാഗത്തു നിന്ന്. ഇന്ന് നമ്മുടെ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ട്, അത് രാത്രി പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും. നാളെ ആ കുറവിനെ നികത്താൻ സാധിക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് ആ അമല് കൂടുതൽ നന്നാക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്ത് 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 വലത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങിക്കുന്നവരിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലത് കൈ കൊണ്ട് ഗ്രന്ഥം വാങ്ങിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത് ശക്തമായ ഒരു വരൾച്ച ഉണ്ടാകുകയാണ്. അതിശക്തമായ ഒരു വരൾച്ച. വെള്ളമില്ല, മൃഗങ്ങളൊക്കെ കൊന്നൊടുങ്ങുന്നു, മനുഷ്യരെല്ലാം വെള്ളമില്ലാതെ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഈ സമയത്ത് 70,000 ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരുഭൂമിയിലേക്ക് പോകുന്നൊരു ചിത്രമുണ്ട് ചരിത്രത്തിൽ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 70,000 ആളുകളെയും കൂട്ടി മരുഭൂമിയിലേക്ക് പോവുകയാണ്. കരങ്ങൾ ഉയർത്തി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ നൽകണം. മഴയില്ല എങ്കിൽ ഞങ്ങളുടെ കൃഷികളെല്ലാം അതാ നശിച്ചു പോകുന്നു, ഞങ്ങളുടെ കന്നുകാലികളെല്ലാം ചത്തുപോകുന്നു, മനുഷ്യരെല്ലാം മരിക്കാറായി. സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണം.
അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് 70,000 വരുന്ന ഒരു വൻ ജനാവലിയെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിന് മുന്നിൽ ദുആ സമർപ്പിച്ചു, അപേക്ഷ സമർപ്പിച്ചു. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഒരു കാര്യം അറിയിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, അഥവാ ഈ 70,000 വരുന്ന വൻ ജനാവലിയിൽ ഒരേ ഒരു വ്യക്തി 40 ദിവസമായിട്ട് അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 40 ദിവസമായിട്ട് ധിക്കാരാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അധർമ്മ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റബ്ബിന് തൃപ്തികരമല്ലാത്ത നിലയിൽ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തി സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയാൽ നിങ്ങൾക്ക് മഴ കിട്ടും. ആ വ്യക്തി ഈ 70,000 വരുന്ന ഈ വൻ ജനാവലിയിൽ നിന്ന് ആ വ്യക്തി അങ്ങ് പിരിഞ്ഞുപോയാൽ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി കിട്ടും. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. വിളംബരം ചെയ്യാൻ പറഞ്ഞു മൂസാ നബിയോട്. മൂസാ നബി പറഞ്ഞു, റബ്ബേ, ഞാൻ എങ്ങനെ വിളംബരം ചെയ്യാനാ? 70,000 വരുന്ന വൻ സമൂഹമല്ലേ, ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നീ വിളംബരം ചെയ്യുക, ആ വ്യക്തിയെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുപോകുന്ന കാര്യം ഞാനാണ് ഉത്തരവാദിത്വം ഏറ്റിട്ടുള്ളത്, നീ വിളംബരം ചെയ്യാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളംബരം ചെയ്തു. അല്ലാഹു അറിയിച്ചു തന്നിരിക്കുകയാണ്, ഈ മഴ ലഭ്യമാകാത്തതിന്റെ കാരണം, ദുആഇന് ഇജാബത്ത് കിട്ടാത്തതിന്റെ കാരണം, ഈ 70,000 വരുന്ന സംഘത്തിൽ ഒരു വ്യക്തി, നിങ്ങളിൽ ഏതോ ഒരു വ്യക്തി 40 വർഷമായിട്ട് അധർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, അദ്ദേഹം കാരണമാണ് ഇന്ന് ദുആ തടയപ്പെട്ടിട്ടുള്ളത്, ദുആഇന്റെ ഉത്തരം തടയപ്പെട്ടിട്ടുള്ളത്. ഇത് കേട്ടപ്പോ 40 വർഷമായിട്ട് തെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഹൃദയം നുറുങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, റബ്ബേ, ഈ 40 വർഷം ഞാൻ തെറ്റ് ചെയ്തിട്ട് നീ എന്നെ ഫളീഹത്തിലാക്കിയിട്ടില്ല, നാണം കെടുത്തിയിട്ടില്ല, നീ എന്നെ നാണം കെടുത്തരുത് റബ്ബേ, ആത്മാർത്ഥമായിട്ട് നിന്റെ മുന്നിൽ ഞാൻ കേഴുകയാണ് അള്ളാഹുവേ എന്ന് ആ വ്യക്തി റബ്ബിനോട് തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു. ആരും പോകുന്നതായി കാണുന്നില്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സദസ്സ് അങ്ങനെ തന്നെയുണ്ട്. ഈ സമയത്ത് അതിശക്തമായ മഴ സമൃദ്ധമായിട്ട് ആകാശത്ത് നിന്ന് പെയ്യുകയാണ്. ഉടനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഈ സദസ്സിൽ നിന്ന് ആരും പിരിഞ്ഞു പോകുന്നതായി ഞങ്ങൾ കണ്ടില്ല. ഈ 70,000 വരുന്ന സമൂഹത്തിൽ നിന്നും ഈ സദസ്സിൽ നിന്നും ആരും പിരിഞ്ഞു പോയിട്ടില്ലല്ലോ, പിന്നെ സമൃദ്ധമായ മഴ ഞങ്ങൾക്ക് എങ്ങനെയാണ് വർഷിപ്പിച്ചത്? നീ സമൃദ്ധമായ മഴ എങ്ങനെ നീ വർഷിപ്പിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, ഏതൊരു വ്യക്തി കാരണമായിട്ടാണോ നിങ്ങൾക്ക് മഴ തടയപ്പെട്ടത്, ആ വ്യക്തി കാരണമായിട്ട് തന്നെയാണ് കുത്തിച്ചൊരിയുന്ന മഴ ഇപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധമായി ലഭ്യമാകുന്നതും. അല്ലാഹു അക്ബർ. എന്താണ്? ഏതൊരു വ്യക്തി കാരണമായിട്ടാണോ നിങ്ങൾക്ക് മഴ തടയപ്പെട്ടത്, ആ വ്യക്തി കാരണമായിട്ടാണ് നിങ്ങൾക്കിപ്പോ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഒന്ന് പശ്ചാത്തപിച്ചതിന്റെ പേരിൽ, സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കിയതിന്റെ പേരിൽ, അള്ളാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി പടച്ചവനെ, നീ എനിക്ക് പൊറുത്തു തരണം അള്ളാഹുവേ, ആത്മാർത്ഥമായിട്ടുള്ളൊരു വീണ്ടും വിചാരം ഉണ്ടായതിന്റെ പേരിൽ അള്ളാഹു സമൃദ്ധമായ മഴ പെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, റബ്ബേ, ആ മനുഷ്യനെ ഒന്ന് കാണിച്ചതാ നീ. അള്ളാഹു പറയുന്നു, 40 വർഷം എന്റെ അടിമ പാപം ചെയ്തിട്ടും ഞാൻ ആ പാപത്തെ വെളിപ്പെടുത്തിയില്ല, മനുഷ്യനെ പുറത്ത് കാണിച്ചില്ല. ഇന്നൊരു സൽക്കർമ്മം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ വെളിപ്പെടുത്തുകയോ? ഒരിക്കലുമില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാൻ നമ്മളൊന്ന് അടുത്താ മതി, അള്ളാഹു സമൃദ്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകും. സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം, വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പുതിയ ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ, ഒരു പുതിയ പ്രവർത്തനത്തിലേക്ക് നാം കടക്കുമ്പോൾ, നമ്മുടെ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തി ഹൃദയ ശുദ്ധീകരണത്തോടുകൂടി ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഇത് വലിയൊരു സന്ദേശമാണ്, വലിയ പാഠമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ ആഖിറത്തിൽ വിചാരണ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ലാ യസാലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. നിന്റെ ആയുസ് എന്തിനായി ചെലവഴിച്ചു? അള്ളാഹു തന്ന സമ്പത്തിനെ നീ എന്തിനായി ചെലവഴിച്ചു? നിന്റെ ആയുസിനെ നീ തീർത്ത് കളഞ്ഞത് ഏത് പ്രവർത്തനത്തിലാണ് എന്ന് കൃത്യമായി മറുപടി രേഖപ്പെടുത്താതെ അള്ളാഹുവിന്റെ ദാസന്റെ കാൽപാദം ചലിപ്പിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിശക്തമായ എല്ലാ കാര്യങ്ങളും റബ്ബ് പരിശോധിക്കും, കാര്യമായ പരിശോധന നടത്തും.
അപ്പൊ അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, ഏത് സമയത്തും മരണം വരണ്ട. ഇപ്പോ അസർബൈജാൻ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചു, ഇല്ല കസാക്കിസ്ഥാനിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു. അതിലൊരാള് മരണപ്പെടുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് അയച്ച മെസ്സേജ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട്. പക്ഷെ ആ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹു രക്ഷിച്ചു. അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പൊ ഏത് സമയത്തും മരണമെന്ന മഹാപ്രതിഭാസം മനുഷ്യനെ പിടികൂടാം. മൗനമായ ഒരു ഉപദേശമാണ് മരണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും വരാം, ചെറുപ്പമൊന്നും വലിപ്പമൊന്നും വ്യത്യാസമില്ല. അപ്പൊ നമ്മുടെ നെഫ്സിനെ നമ്മൾ വിചാരണ ചെയ്ത് സ്വന്തം നെഫ്സിനെ പരിശുദ്ധപ്പെടുത്തി ഹൃദയത്തെ ഫിൽട്ടറേഷൻ ചെയ്തതിനെ ശുദ്ധീകരിച്ച് റബ്ബിന്റെ മുന്നിൽ ഏറ്റവും ഉന്നതനായ ഒരു ദാസനാകാൻ, അഥവാ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു ദാസനായി മാറാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ചില നിയത്തുകൾ നമ്മൾ എടുക്കണം. ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കും, ഇതെല്ലാ ദിവസവും നമ്മൾ പരിശോധന നടത്തേണ്ടുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്ത, മനസ്സിൽ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, പകയില്ല, അസൂയയില്ലാത്തൊരു തെളിഞ്ഞ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. തെളിഞ്ഞ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ആരെ കണ്ടാലും എന്നേക്കാൾ ഉത്തമൻ അവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഞാനാണ് എന്ന അഹംഭാവം നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അപകടകരമായിട്ടുള്ളൊരു ദുർപ്രവർത്തനമാണ് ഈ അഹംഭാവം എന്ന് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്. എല്ലാ അമലുകളെയും നിഷ്ഫലമാക്കി കളയും, എല്ലാ അമലുകളെയും തകർത്ത് കളയും. പിശാച് പറഞ്ഞത് അതാണല്ലോ, അന ഖൈറും മിൻഹു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് പിശാചിനോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞല്ലോ. പിശാച് പറഞ്ഞ അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിനാൽ പടയിത്ത ആദമിന് തീയിനാൽ പടയിത്ത ഇബ്ലീസാകുന്ന ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് പിശാച് ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അന്ന് മുതലല്ലേ അനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ തുടങ്ങിയത്. അള്ളാഹുവിന്റെ ശാപം പിശാചിനുണ്ടാകട്ടെ എന്ന്. അള്ളാഹുമായിട്ട് വലിയ അടുത്തവനായിരുന്നു. പക്ഷെ അഹംഭാവത്തിന്റെ പേരിൽ, ഈഗോയുടെ പേരിൽ, ഞാനാണ് വലിയവൻ, അന ഖൈറും മിൻഹു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ആരെ കണ്ടാലും, ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളായി ഇതൊക്കെ, ആരെ കണ്ടാലും അവൻ എന്നേക്കാൾ ഉത്തമൻ അവനാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാ, ഇൻകാനത്ത് സഗീറൻ ഔ കബീറൻ, ചെറിയവരെ കണ്ടാലും വലിയവരെ കണ്ടാലും അവനാണ് ഉത്തമൻ. എനിക്കിപ്പോ 35 വയസ്സുണ്ടെങ്കിൽ ഒരു 25 വയസ്സുള്ളൊരു വ്യക്തിയെ ഞാൻ കാണുന്നു, എന്റെ മനസ്സിൽ തോന്നേണ്ടത് അവനാണ് ഉത്തമൻ. കാരണം അവനേക്കാൾ കൂടുതൽ ഈ ദുനിയാവിൽ വസിച്ചത് ഞാനാണ്. പാപം പ്രവർത്തിക്കുവാനുള്ള കൂടുതൽ സാഹചര്യം എനിക്കാണ് ഉണ്ടായത്. അവന് പാപം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ, വർഷങ്ങൾ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവനായിരിക്കാം ഉത്തമൻ. ഈ ഒരു ചിന്തയുണ്ടാവണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി കുട്ടികളുടെ അടുക്കലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി ഇങ്ങനെ സഞ്ചരിച്ചു. കുട്ടികളാണെന്ന് പറഞ്ഞ് അവഗണിച്ച് കളഞ്ഞു, സലാം പോലും പറഞ്ഞില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പൂർണ്ണമായി സലാം പറയുമായിരുന്നു. കുട്ടികളോട് പോലും കടമകൾ പാലിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി സലാം പോലും പറഞ്ഞില്ല, അവഗണിച്ചു, മുന്നോട്ട് പോയപ്പോഴേ ഈ ഹദീസ് ഓർമ്മ പറ്റുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കാണുമ്പോൾ സലാം പറയുമായിരുന്നല്ലോ, അവരോടൊത്ത് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. തിരിച്ചു വന്നു, ഒരു കുട്ടിയെ കണ്ട് അസ്സലാമു അലൈക്കും യാ ഗുലാം, വഅലൈക്കും അസ്സലാം യാ മലിക്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്തു പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ കുട്ടി മിടുക്കനാണെന്നറിഞ്ഞപ്പോൾ, സമർത്ഥനായ ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ചില ചോദ്യങ്ങൾ ചോദിച്ചു ഈ കുട്ടിയോട്. മൽ ഫർഖു ബൈനൽ അഖ്ലി വൻ നഫ്സ്, ഈ ഈഗോ എന്ന് പറയുന്നതും ബുദ്ധി എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. മൽ ഫർഖു ബൈനൽ അഖ്ലി വൻ നഫ്സ്. ആ കുട്ടി മനോഹരമായ ഉത്തരവാണ് കൊടുത്തത്. താങ്കൾ എന്നെ കാണാതെ മുന്നോട്ട് പോകാൻ താങ്കളെ പ്രചോദിപ്പിച്ച ഒരു കാരണമില്ല, അതിനാണ് ഈഗോ എന്ന് പറയുന്നത്. എന്നെ കണ്ടിട്ടും കാണാതെ, അതല്ലെങ്കിൽ ഈ കുട്ടികളെയൊക്കെ കണ്ടിട്ടും സലാം പറയാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലേ, പരസ്പരം കണ്ടിട്ടും ഒരു സലാം പറയാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു സാഹചര്യമില്ലേ, അതിനാണ് ഈഗോ എന്ന് പറയുന്നത്, അഥവാ നഫ്സ്, അഹംഭാവം എന്ന് പറയുന്നത്. തിരിച്ചു വരുവാനും സലാം പറയുവാനും കൈ നൽകുവാനും മുസാഫഹ ചെയ്യുവാനും താങ്കളെ പ്രചോദിപ്പിച്ചൊരു കാരണമില്ലേ, അതിനാണ് അഖ്ൽ എന്ന് പറയുന്നത് എന്ന് മനോഹരമായിട്ട് ആ കുട്ടി മറുപടി കൊടുക്കുകയാണ്.
വീണ്ടും ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് മണ്ണ് കൊണ്ട് കളിക്കുന്നത്? ആ കുട്ടി പറയുകയാണ്, മണ്ണിനാൽ പടയിത്തതല്ലേ എന്നെയും നിങ്ങളെയും ഒക്കെ, ആ മണ്ണിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം. അപ്പൊ ആരെ കണ്ടാലും എന്നേക്കാൾ ഉത്തമൻ അവനാണ്. അത് അറിവിന്റെ വിഷയത്തിലായിരുന്നാലും അതുപോലെ തന്നെ റബ്ബിന്റെ അടുക്കലുള്ള ബന്ധത്തിന്റെ വിഷയത്തിലായിരുന്നാലും അവനാണ് ഉത്തമൻ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. വലിയ പണ്ഡിതൻ ഒരു നാട്ടിൽ പോയി ഒരു വ്യക്തിയോട്, സാധാരണപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചു, എനിക്കൊരു വീട് വേണം താമസിക്കുന്നതിന് വേണ്ടിയാ. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുള്ള വീട് ആവശ്യം? വലിയ ആലങ്കാരികതയൊക്കെ നിറഞ്ഞ വീടാണോ? ഒന്നും വേണ്ട, ചെറിയ വീടായിരുന്നാലും മതി. പക്ഷേ അയൽവാസികൾ പരദൂഷണവും ഏഷണിയും ഒന്നും പറയാത്ത സത്യം മാത്രം പറയുന്ന ആളുകളായിരിക്കണമെന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഈ സാധാരണപ്പെട്ട ആള് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയത് ഖബർസ്ഥാനിലേക്ക്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പരദൂഷണവും ഏഷണിയൊന്നും പറയാത്ത ആളുകളുടെ ഖബർസ്ഥാനിലുള്ളവരേ ഉള്ളൂ. മനുഷ്യര് പാപങ്ങൾ പ്രവർത്തിക്കുന്നവരാ. മാഇലൻ ഇല ദംബി, പാപത്തിലേക്ക് ചായുന്ന നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവര് പരദൂഷണം പറയും, ഏഷണി പറയും, ഒക്കെ പാപം. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും പാപം പ്രവർത്തിക്കും. കഴിഞ്ഞ 2024 എന്നൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 90% പാപങ്ങളായിരിക്കും. അത് റബ്ബ് തന്നെ പറഞ്ഞതല്ലേ. മനുഷ്യൻ പാപങ്ങൾ പ്രവർത്തിക്കും. പക്ഷേ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ആ പാപങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് കാര്യമായിട്ട് പശ്ചാത്തപിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരെ കണ്ടാലും അവരാണ് ഉത്തമർ എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. വലിയവരെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്, എന്നേക്കാൾ കൂടുതൽ കാലം ഈ ലോകത്ത് ജീവിച്ചത് അദ്ദേഹമാണ്, കൂടുതൽ നന്മകൾ ചെയ്തത് അദ്ദേഹമാണ് എന്ന ചിന്തയുണ്ടാകണം. ഒരു ജാഹിലിനെ കണ്ടാൽ പോലും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതറിയുമോ? ഒരു ജാഹിലിന് അറിവില്ലാത്തൊരു വ്യക്തിയെ കണ്ടു നമ്മളെന്താ ചിന്തിക്കേണ്ടത്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വഖദ് അസല്ലാഹ ബിജഹ്ലിഹി ലിഅന്നി അസൈതു ബിഅമലി, അല്ലാഹുവിനോട് അദ്ദേഹം ധിക്കാരം പ്രവർത്തിക്കുന്നത് അറിവില്ലായ്മയുടെ പേരില്ല, പക്ഷെ ഞാൻ ധിക്കാരം പ്രവർത്തിക്കുന്നത് അറിവുള്ളതിനോടുകൂടിയ എന്ന ചിന്ത ഉണ്ടാക്കിയെടുത്ത്. ഇല്ലേ, റസൂൽ പഠിപ്പിച്ചില്ല, സ്വന്തം കണ്ണിലെ മടല് കാണാത്തവൻ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് പരിശോധിച്ചുകൊണ്ട് നടക്കുക. ഇത് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഹദീസാ. സ്വന്തം കുറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ പ്രശ്നങ്ങൾ, അത് കാണാതെ മറ്റുള്ളവന്റെ പിന്നാലെ പോയി അവന്റെ ആയുസ്സും ജീവിതവും എല്ലാം തകർത്ത് കളയുന്ന, അവന്റെ കുറ്റങ്ങൾ തേടിപ്പിടിക്കുന്ന, അവനെ കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന ചില സാഹചര്യങ്ങൾ. അതാ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവരാസ്വദിക്കേണ്ടതും അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ടതും ഹിജറ കലണ്ടറിനെയാണ്, ഗ്രിഗോറിയൻ കലണ്ടറിനെ അല്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിചാരണ ചെയ്യണം. എല്ലാ ദിവസം കടക്കുമ്പോഴും, എല്ലാ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും, എല്ലാ പദ്ധതികൾ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന സമയത്തും സ്വന്തം നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കണം. ഫഇന്നഹാ അഖഫു ഫിൽ ഹിസാബി യൗമൽ ഖിയാമ, അത്തരക്കാരുടെ വിചാരണ ആഖിറത്തിൽ ലഘുവായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഹൃദയത്തെ ശുദ്ധിയാക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏത് സമയത്തും മരണം വരും. മരണത്തിന് ചെറുപ്പമൊന്നും വലിപ്പമൊന്നും വ്യത്യാസമില്ല. ഏത് സമയത്തും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്ത് ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ, നല്ല സൽക്കർമ്മങ്ങൾക്ക് ഉദവി കിട്ടുന്നതിന് വേണ്ടി, ഹൃദയ ശുദ്ധീകരണം കിട്ടുന്നതിന് വേണ്ടി, അമലുകൾക്കുള്ള തൗഫീഖ് ലഭ്യമാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 2 ദുആ വസിയത്തുകൾ ഉള്ളത്. അട്ടക്കുളങ്ങര ബിസ്മി നഗർ ഹൗസിൽ മുമ്പ് താമസിച്ചിരുന്നതും നിലവിൽ കമലേശ്വരം പയറ്റുകുപ്പം ഹോസ്പിറ്റലിന് സമീപം താമസിച്ചു വന്നതുമായ ഷംസുദ്ദീൻ സാഹിബിന്റെ ഭാര്യ, ഏതാനും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ജുമുഅയിൽ നമ്മൾ കാര്യമായിട്ട് ദുആ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മരണപ്പെടുകയുണ്ടായി. അള്ളാഹു ആ സഹോദരിക്ക് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 44 വയസ്സായിരുന്നു. അള്ളാഹു ആഖിറത്തിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ.
മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ, സാലിഹീങ്ങളോടൊപ്പം ആ സഹോദരിയെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മാണിക്യ വിളകത്തുള്ള ഒരു സഹോദരൻ സലീം സാഹിബ് ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷദായകമാക്കി കൊടുക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്തിലായി കഴിഞ്ഞുകൂടുവാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ IMCT കമ്മിറ്റി അംഗം കാരക്കട റഷീദ് സാഹിബിന്റെ വേളിയിലുള്ള കമ്പനി ഇന്നലെ രാത്രി ഒരു തീപിടുത്തത്തിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നല്ല നിഅമൽ ബദൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സംഭവിച്ച ഈ നഷ്ടത്തിന് ഏറ്റവും നല്ല പകരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തത്തിന്റെ സാഹചര്യങ്ങളിൽ ചെയ്ത പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമ്മളും ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സമാധാനവും ശാന്തിയും നല്ല നിഅമൽ ബദലും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ഖൈറുകളും ഈ സഹോദരന്റെ വിഷയത്തിൽ നമ്മളും ചോദിക്കുന്നു. അള്ളാഹു കൊടുക്കുമാറാകട്ടെ. റസൂൽ കാവൽ തേടിയിട്ടുള്ള മുഴുവൻ ശുറൂർ ഫിത്നകളെ തൊട്ട് നമ്മളും കാവൽ തേടുന്നു. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അള്ളാഹു ആഫിയത്തോടെ സിഹത്തോടെ സലാമത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാറുള്ളത് പോലെ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഈ മസ്ജിദിന് വേണ്ടിയുള്ള കളക്ഷൻ ആയിരിക്കും നടക്കുന്നത്. എല്ലാ സഹോദരങ്ങളും അതിനെ കരുതിക്കൊണ്ട് നല്ല നിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് സ്വതക്കകളും ഹദിയകളും ഒക്കെ കൊണ്ടുവരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പറയാൻ കഴിയാതെ പോകുന്നത്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ IMCTയിൽ പങ്കുകൊള്ളണം. ധാരാളം ആളുകൾ, വിധവകൾ, യതീമീങ്ങൾ, അതുപോലെ ക്യാൻസർ പേഷ്യൻസുകൾ, ഒരുപാട് അഗതികളും അശരണർക്കും ഒക്കെ താങ്ങും തണലുമാകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ IMCT. നമുക്കെല്ലാം അറിയാവുന്നതാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കുകൊള്ളണം. നമ്മുടെ ഈ പ്രസംഗത്തിനിടയ്ക്ക് പറയാൻ വിട്ടുപോകുന്നത്, എല്ലാവരും ഇൻഷാ അല്ലാഹ് ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി സദഖ കയ്യിൽ കരുതി ഇൻഷാ അല്ലാഹ് അതിൽ ഭാഗവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.